ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 10ാം തരം പ്രാഥമിക പരീക്ഷ ലക്ഷ്യം വെച്ച് നമ്മുടെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോകുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ CRT പാഠഭാഗങ്ങൾ, ശനി ഞായർ ദിവസങ്ങളിൽ മാതൃകാ പരീക്ഷ. മാതൃകാ പരീക്ഷ എന്ന് പറയുമ്പോൾ 10th ലെവൽ അല്ലെങ്കിൽ LGS ലെവൽ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും വരുന്ന പരിശീലന ചോദ്യങ്ങൾ, അവയാണ് മാതൃകാ പരീക്ഷയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എല്ലാ ആഴ്ചയും ശനിയും ഞായറും മാതൃകാ പരീക്ഷ ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ച, അതായത് മെയ് 13 തൊഴിൽ വാർത്തയിൽ പരീക്ഷയില്ലായിരുന്നു. തൊഴിൽ വീതിയിലെ പരീക്ഷ നമ്മൾ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഇന്നിപ്പോൾ 44ാമത്തെ മാതൃകാ പരീക്ഷയാണ്. 44 പരീക്ഷകൾ, അതിൻ്റെ PDF-കൾ ഒക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. 4500 ചോദ്യങ്ങൾ പഠിച്ചിട്ട് പരീക്ഷാ ഹാളിൽ എത്തുക എന്ന് പറയുമ്പോൾ വളരെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുക. ആ പോസിറ്റീവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇന്നിപ്പോൾ നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോൾ ശരിക്കും എന്നെ ഒരു ഉദ്യോഗാർത്ഥി വിളിച്ചു. കഴിഞ്ഞ LGS ജോലിക്ക് കിട്ടി. തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ ഓഫ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിൽ ഇപ്പോൾ LGS ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു നന്ദി പറയാൻ വിളിച്ചതാണ്. പക്ഷേ എനിക്കതൊരു പോസിറ്റീവ് കോളായിട്ട് തോന്നി. നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഈ 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ നമ്മുടെ ഈ ചാനൽ കാരണം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ചോദ്യങ്ങൾ വായിക്കും. OMR ഷീറ്റ് ഉള്ളവർ അതിൽ ബബിൾ ചെയ്ത് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാത്തവർ 1 മുതൽ 80 വരെ നമ്പർ ഇടുക. അതിനൊരു പ്രത്യേകതയുണ്ട്. 80 കഴിഞ്ഞുള്ള ചോദ്യങ്ങൾ കണക്കാണ്. നമുക്കിങ്ങനെ വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കണക്കിൻ്റെ ചോദ്യങ്ങൾ, അതിൻ്റെ ആൻസർ കീയുടെ എക്സ്പ്ലനേഷൻ, ഇത് ഈ PDF അല്ല, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ 7736968625 ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യ ചോദ്യം, 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി. ഉത്തരം ഓപ്ഷൻ ബി, ന്യൂഡൽഹി. 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി 2024-25 വർഷത്തെ മികച്ച കോർപ്പറേഷൻ, സ്വരാജ് ട്രോഫി നേടിയ കോർപ്പറേഷൻ. ഉത്തരം ഓപ്ഷൻ എ, തിരുവനന്തപുരം. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി, അതിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ. ഓപ്ഷൻ സി, സഞ്ജു സാംസൺ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ്. ഓപ്ഷൻ സി, മീററ്റ്. തപാൽ വകുപ്പ് പുറത്തിറക്കിയ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്മാരക സ്റ്റാമ്പുകളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട കലാരൂപം. ഓപ്ഷൻ എ, പാവക്കഥകളി. കഥകളി കേരളത്തിന്റെ തനതായ കലാരൂപമാണ്, അത് വെച്ചോർക്കുക. പാവക്കഥകളി. 2025 രസതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചതിൽ ഉൾപ്പെടാത്ത വ്യക്തി. അത് ഇച്ചിരി പ്രയാസമായിരിക്കും, കാരണം പേരുകളൊക്കെ ഇങ്ങനെ കഠിനമായതുകൊണ്ട് എല്ലാവരും ഓർത്തിരിക്കത്തില്ല. ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത്. വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയ ശ്രീ വിജയപുരം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആൻഡമാൻ. 6 പതിറ്റാണ്ടത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വിടവാങ്ങിയ യുദ്ധവിമാനം.
ഓപ്ഷൻ ബി മിഗ് 21. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഡാഷ്, അതിനെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. അപ്പോൾ സൗരയൂഥത്തിന്റെ അതിർത്തി, അതിന്റെ പേരാണ് ചോദ്യം. ഓപ്ഷൻ ബി ഹീലിയോ മാറ്റർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാജിയാങ് ഗ്രാൻഡ് കൊന്യോൺ നിർമ്മിച്ച രാജ്യം. അപ്പോൾ ഉയരം കൂടിയ പാലം ഹുവാജിയാങ് ഗ്രാൻഡ് കാനിയോൺ. ഓപ്ഷൻ ഡി ചൈന. ഓർത്തിരിക്കണം, വൻ മതിൽ നിർമ്മിച്ചത് അവരാണ്, അപ്പൊ വൻ പാലവും നിർമ്മിച്ചത് അവരാണ്. 2025 ഏപ്രിലിൽ പൂനെയിൽ നടന്ന ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ കിരീടം നേടിയതാര്? ഓപ്ഷൻ ഡി കൊനേരു ഹംപി. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് എവിടെയാണ് നിർമ്മിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓപ്ഷൻ സി ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ 2025 മെയ് 7, ആ ഡേറ്റ് ശ്രദ്ധിച്ചോളുക. ചോദ്യത്തിൽ ആ ഡേറ്റ് ആയിരിക്കാൻ ചിലപ്പോൾ ചോദിക്കുക. ഇന്ത്യ നടത്തിയ മിന്നൽ മിസൈൽ ആക്രമണത്തിന്റെ പേര് നമുക്കെല്ലാം സ്ഥിരപരിചിതമായി. അതുകൊണ്ട് തന്നെ ചോദ്യം വരിക തീയതി ആയിരിക്കാം. തീയതി ഓർക്കുക. ഇപ്പോ 1 വർഷം പിന്നിട്ടു. ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം, അത് നമുക്കറിയാം. ഓപ്ഷൻ സി കേരളം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. ഓപ്ഷൻ ഡി KG ശങ്കരപ്പിള്ള. ഇന്ത്യയിലെ ഏക വനിതാ റഫേൽ പൈലറ്റ്. ഓപ്ഷൻ ബി ശിവാംഗി സിംഗ്. 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമിയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. ഓപ്ഷൻ ഡി ലക്നൗ. അറ്റ്ലസ് എന്ന വെബ് ബ്രൗസർ പുറത്തിറക്കിയ കമ്പനി. അവസാന ആനുകാലിക ചോദ്യമാണ്. 20 ചോദ്യങ്ങളാണ് ആനുകാലികം. ഓപ്ഷൻ സി ഓപ്പൺ ഐ AI. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതാണ് നമ്മുടെ ഇന്നത്തെ അടുത്ത 5 ചോദ്യങ്ങൾ. ഓപ്ഷൻ ബി തെറ്റായതാണ്. ബ്രഹ്മസമാജത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിക്കുന്ന കൃതിയാണ് ബ്രഹ്മധർമ്മ. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അയ്യത്താൻ ഗോപാലൻ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. നല്ല ചോദ്യമാണ്, മുൻവർഷ ചോദ്യവുമാണ്.
നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദ്. ശാന്തി നികേതൻ സ്ഥാപിതമായതിന്റെ എത്രാം വാർഷികമാണ് 2026 ആഘോഷിക്കുന്നത്? ഓപ്ഷൻ ബി 125. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സി ആണ് തെറ്റായ പ്രസ്താവന. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റി ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഡി. കാരണം ചേരി ചേരാ നയമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ പാക് വിഭജന കാലത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമ, അവയുടെ സംവിധായകർ. തെറ്റായ ജോഡി കണ്ടെത്തുക. ശരിയായത് പഠിക്കുക. തെറ്റ് ബി ആണ്. മേഘേ ദാക്കദാര, ഋത്തിക് ഘട്ടക്, തോമസ് ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റോക്സ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ 1974 പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ 1948 നിയമിച്ച കമ്മീഷൻ. ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. താഴെ നൽകിയിരിക്കുന്നതിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി. ബാക്കിയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ആര്? നമുക്കറിയാം, നെഹ്റു. വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത്? നാനി പൽക്കിവാല. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് തൊട്ടുകൂടായ്മ നിർമാർജനം ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശ വിഭാഗം? ഓപ്ഷൻ ബി തുല്യതയ്ക്കുള്ള അവകാശം. പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? 48A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടന? ഇതൊരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 86ാം ഭേദഗതി. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം? മാൽദീവ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? അസം. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി?
ജവഹർലാൽ നെഹ്റു. താഴെ തന്നിരിക്കുന്നവയിൽ ഗംഗാ നദീതട വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി ബൈതരണി. താഴെ പറയുന്നതിൽ കൃഷ്ണാ നദി ഉൾപ്പെടുന്ന വിഭാഗം? ഓപ്ഷൻ ബി ഡെക്കാൻ നദികൾ. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു? ഓപ്ഷൻ ബി തോറിയം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ആനക്കയത്തെ കാർഷിക ഗവേഷണ കേന്ദ്രം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കശുവണ്ടി. എസ് കെ പൊറ്റേക്കാട്ടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി? നമുക്കറിയാം, ഓപ്ഷൻ സി ഇരുവഞ്ഞിപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? എറണാകുളം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. ചക്കയുടെ ശാസ്ത്രീയ നാമം? ഓർത്തുവയ്ക്കണം, ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ്. മാഞ്ചിഫറ ഇൻഡിക്ക മാങ്ങയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നെല്ലിനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി അന്നപൂർണ. കിരൺ വെണ്ടയാണ്. ചന്ദ്രലക്ഷ ഗംഗാബോധം രണ്ടും തെങ്ങാണ്. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമല്ലാത്ത വ്യക്തി? അംഗദ് പ്രതാപ്. താഴെ പറയുന്നവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം? സൈലന്റ് വാലി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല? മലബാർ. AR നേപ്പ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേപ്പ് കമ്മീഷൻ? വാഗൺ ട്രാജഡി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. കൂത്താളി എസ്റ്റേറ്റിലെ 24,000 ഏക്കർ കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതിനെ തുടർന്ന് കൂത്താളി സമരം നടന്ന കാലഘട്ടം? ഓപ്ഷൻ ഡി 1940-50. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ കെ കേളപ്പനൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം? ഓപ്ഷൻ സി 32. നമ്മൾ ദണ്ഡി യാത്രയിലെ ആൾക്കാരുടെ അംഗങ്ങളെ എണ്ണം അന്വേഷിച്ചു പോകും, അത് തെറ്റാവും. കരളിന്റെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? സയൻസിലേക്ക് വന്നു. ഈ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളും. വിഷാംശം പുറന്തള്ളുക. ദഹനത്തിന് ആവശ്യമായതാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുക. പോഷകങ്ങളെ സംഭരിക്കുക. വൈറ്റമിൻ എ ഒക്കെ സംഭരിക്കുന്നത് കരളിലാണ്. രക്തം ശുദ്ധീകരിക്കുക. അപ്പൊ എല്ലാം ശരിയാണ്. ശരീരത്തിലെ മുഴുവൻ ഉപാപചയ പ്രവർത്തനങ്ങളുടെയും നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ? ഓപ്ഷൻ സി തൈറോക്സിൻ.
നമ്മൾ അതിജീവിച്ച മഹാമാരികളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ എ എയ്ഡ്സ്. വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങളെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എത്തിക്കുന്ന ന്യൂറോൺ. ഓപ്ഷൻ എ സംവേദന ന്യൂറോൺ. നവജാത ശിശുക്കളിലെ കശേരുക്കളുടെ എണ്ണം. ഓപ്ഷൻ സി 33. നെഫ്രൈറ്റിസ് ബാധിക്കുന്ന ശരീരത്തിലെ അവയവം. ഓപ്ഷൻ എ വൃക്ക. വൃക്കയുടെ പഠനം നെഫ്രോളജി. രക്തത്തിൽ എന്തിന്റെ എണ്ണം കുറയുമ്പോഴാണ് ത്രോംബോസൈറ്റോപീനിയ എന്ന രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റുകൾ. സാൻഫ്ലൈ പരത്തുന്ന രോഗം. ഇതെല്ലാം സാൻഫ്ലൈ പരത്തുന്ന രോഗങ്ങളാണ്. വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തത്? ടൈഫോയിഡ് മലിനജലത്തിലൂടെ പകരുന്നു. സിറോഫ്താൽമിയ ഏത് വൈറ്റമിന്റെ അപര്യാപ്തത രോഗമാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ എ. വേദനയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ. അത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഓപ്ഷൻ സി എൻഡോർഫിൻ. കേരളത്തിലെ നഗരചേരികളിൽ വസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതികൾ 1-2 പരീക്ഷയ്ക്ക് ഉറപ്പിക്കാം. ഓപ്ഷൻ എ ഉഷസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹം. ഓപ്ഷൻ എ ടൈപ്പ് 1 പ്രമേഹം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായത് സി ആണ്. ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയുകയല്ല കൂടും. കൈകളുടെ ശുചിത്വക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ സി ടൈഫോയിഡ്. മലിനജലം, മലിനമായ ആഹാരം. വിമാനഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഓപ്ഷൻ എ ഡ്യൂറാലുമിൻ. കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. ബി ആണ്. കാരണം ബാക്കിയെല്ലാം SI യൂണിറ്റ് ആണ്. ദൂരത്തിന്റെ SI യൂണിറ്റ് കിലോമീറ്റർ അല്ല, മീറ്റർ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തി. ഓപ്ഷൻ എ ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്. ഇലക്ട്രോൺ JJ തോംസൺ. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. ദോലനം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് വർത്തുള ചലനം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? അത് നമുക്കെല്ലാം അറിയാം. സൾഫ്യൂരിക് ആസിഡ്. 2023 PK കാളൻ പുരസ്കാരം. ഓപ്ഷൻ സി അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. ഇടുക്കിയിലെ പെരിയാർ ടൈഗർ റിസർവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം? മംഗളാദേവി ക്ഷേത്രം. കണ്ണശ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പത്തനംതിട്ട. MT വാസുദേവൻ നായരുടേതല്ലാത്ത കൃതി? ഓപ്ഷൻ സി ഘോഷയാത്ര. ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ. 2026 തോമസ് കപ്പ് നേടിയ ടീം? ഓപ്ഷൻ ബി ചൈന. സാമാന്യം തരക്കേടില്ലാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു. കുറെ വ്യത്യസ്ത ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണാൻ സാധിച്ചു.
അതുപോലെ തന്നെ മാതൃകാ ചോദ്യങ്ങൾ SCERT ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു പരീക്ഷയായിരുന്നു. ഈ പരീക്ഷയിൽ 55 മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ, 80-ലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, 100-ലല്ല, 80-ൽ 55 മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നല്ല മാർക്കാണ്. നിങ്ങൾക്ക് 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാനൊക്കും. ഇനി എല്ലാവരും തന്നെ പരീക്ഷയുടെ മാർക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.